യേശുക്രിസ്തു മരിച്ച ദിവസവും ഗുഡ് ഫ്രൈഡേ, ഉയർത്തെഴുന്നേറ്റ ദിവസവും ഈസ്റ്റർ പെന്തക്കോസ്തുകാർ ആഘോഷിക്കാത്തത് എന്ത്? ഇക്കാര്യത്തെക്കുറിച്ചുള്ള ഒരു വിവരണമാണ് താഴത്ത് കൊടുത്തിരിക്കുന്നത്. 2022 ഏപ്രിൽ 15 ദുഃഖവെള്ളിയായി ലോകം ആചരിച്ചു. യഥാർത്ഥ ക്രിസ്ത്യാനികൾക്ക് ഈ ദുഃഖവെള്ളി ആചരണത്തിൽ പങ്കുകൊള്ളേണ്ട ആവശ്യമില്ല. ഇത് വചനവിരുദ്ധമാണ്. താഴെ കാണിച്ചിരിക്കുന്ന വചനങ്ങൾ ഇക്കാര്യം വ്യക്തമാക്കുന്നു. ഒന്നാമത്തെ കാര്യം തന്നെ, ഈ ദുഃഖവെള്ളി എന്ന് പറയുന്നത് തന്നെ ഒരു യഥാർത്ഥ തർജ്ജമയല്ല. ഇംഗ്ലീഷിൽ അത് എഴുതിയിരിക്കുന്നത് ഗുഡ് ഫ്രൈഡേ, നല്ല വെള്ളിയാഴ്ച എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അവിടെ തന്നെ തെറ്റാണ്. പിന്നെ ഈ വചനങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? യെശയ്യാ 1:14, നിങ്ങളുടെ അമാവാസികളെയും ഉത്സവങ്ങളെയും ഞാൻ വെറുക്കുന്നു, അവ എനിക്ക് അസഹ്യം, ഞാൻ അവ സഹിച്ചു മുഷിഞ്ഞിരിക്കുന്നു. പഴയ നിയമകാലത്ത് ഇസ്രായേൽ ജനം ചെയ്തിരുന്ന മാസങ്ങളൊക്കെ അവർക്ക് ഉത്സവങ്ങളുണ്ടായിരുന്നു. ആ ഉത്സവങ്ങൾ ഒക്കെ ഇവർ നടത്തിക്കഴിഞ്ഞതിന് ശേഷം പാപപ്രവർത്തികളിൽ മുഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവം വെറുത്തിട്ട് പ്രവാചകനായിട്ടുള്ള യെശയ്യായിൽ കൂടെ പറയുകയാണ്, ഈ ആണ്ടുകളൊക്കെ ആഘോഷിക്കുന്നത് യഹോവയ്ക്ക് വെറുപ്പാണെന്ന് പറയുകയാണ്. യെശയ്യാ പ്രവചനം എന്ന് പറയുന്നത് പഴയ നിയമത്തിലെ സുവിശേഷം എന്നാണ് അതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്. പിന്നെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഗലാത്യർ 4:10-11 വായിക്കാം. നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെയായി എന്ന് ഞാൻ ഭയപ്പെടും. വിശുദ്ധ പൗലോസ്ലീഹ പറഞ്ഞ ഒരു കാര്യമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ആഘോഷിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് അതെന്നും അർത്ഥമാക്കുന്നത്. അത് തന്നെയുമല്ല, ഈ വെള്ളി ആഘോഷിക്കുന്നതിനെ കുറിച്ചുള്ള തെറ്റായിട്ടുള്ള ചില വിശ്വാസങ്ങളും രീതികളും ആണ് ഇനി ഈ താഴത്ത് എഴുതിയിരിക്കുന്നത്. അതിപ്പോൾ ഒന്നാമത്തെ കാര്യം, യേശുക്രിസ്തു മരിച്ച ദിവസം, മാസം, വർഷം എന്നിവയെക്കുറിച്ച് നാമധേയ ക്രിസ്ത്യാനികൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് തെറ്റാണ്. ഈ നാമധേയ ക്രിസ്ത്യാനികൾ മാത്രമല്ല, ഈ പെന്തക്കോസ്ത് ക്രിസ്ത്യാനികളും അങ്ങനെ രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു എന്ന് പറയുന്ന പലരും ഇത് തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ കാര്യം, യേശുക്രിസ്തു മരിച്ച ദിവസത്തെക്കുറിച്ചുള്ള ഒരു ധാരണയാണ്. യേശുക്രിസ്തു മരിച്ചത് വെള്ളിയാഴ്ച ആയിരുന്നില്ല, വ്യാഴാഴ്ചയായിരുന്നു. വെള്ളിയാഴ്ച മരിച്ചെന്നാണ് ഭൂരിഭാഗം പേരും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും. അതിനാൽ ദുഃഖവെള്ളിയായി യേശുക്രിസ്തുവിൻ്റെ മരണ ദിവസം ആചരിക്കുന്നതിൽ അർത്ഥമില്ല. കാര്യം മനസ്സിലാക്കാൻ വീഡിയോ നമ്പർ 24 യൂട്യൂബിൽ, അല്ലെങ്കിൽ ഫയൽ നമ്പർ 3 അത് ഇതിൽ തന്നെയുള്ളത് ഫേസ്ബുക്കിൽ ഈ ഫയൽ ഇട്ടിട്ടുണ്ട്. അതിലത് നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാവും. ഇനി അടുത്ത് നോക്കാം എന്താണ് എഴുതിയിരിക്കുന്നത്. യേശുക്രിസ്തു 33.5 വയസ്സ് വരെ ആണ് ഭൂമിയിൽ ജീവിച്ചിരുന്നതെന്ന് പാരമ്പര്യ വിശ്വാസികൾ തെറ്റായി വിശ്വസിക്കും. എന്നാൽ യേശുക്രിസ്തു മരിച്ചത് 37 വയസ്സ് കഴിഞ്ഞ ശേഷമാണ്. കാര്യം മനസ്സിലാക്കാൻ വീഡിയോ നമ്പർ 42 യൂട്യൂബിലും, അല്ലെങ്കിൽ ഇതിൽ തന്നെയുള്ള ഒന്നാമത്തെ ഫയൽ ഫേസ്ബുക്കിൽ ഇത് അങ്ങനെ തന്നെ ഇട്ടിരിക്കുകയാണ്, നോക്കുക. യേശുക്രിസ്തു മരിച്ചത് 37 വയസ്സ് തികഞ്ഞപ്പോഴാണ് എന്നുള്ളത് കൊണ്ട് പാരമ്പര്യ വിശ്വാസികൾ വിചാരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ മരണവർഷം യഥാർത്ഥമായതിൽ നിന്നും 3.5 വർഷം കുറവാണ്. അപ്പോൾ പിന്നെ അവർ വിചാരിക്കുന്ന മരണവർഷവും തെറ്റാണ്. അപ്പോൾ ദിവസം തെറ്റ്, മാസം തെറ്റ്, വർഷം തെറ്റ്. എന്നാൽ ഇതെല്ലാം ആഘോഷിക്കുന്നതും തെറ്റ്. എല്ലാം കംപ്ലീറ്റ് മിസ്റ്റേക്കാണ്. വചനമെല്ലാം വായിച്ചു മനസ്സിലാവുന്ന കാര്യങ്ങൾ ഇതാണ്. ആയതിനാൽ യേശുക്രിസ്തുവിൻ്റെ മരണ ദിവസമോ മാസമോ വർഷമോ കണക്കാക്കുവാൻ പാരമ്പര്യ വിശ്വാസികൾക്ക് സാധ്യമല്ല. തെറ്റായിട്ടുള്ള അടിസ്ഥാനങ്ങളുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. അവർക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലാവില്ല. തന്നെയുമല്ല, ദുഃഖവെള്ളിയോ ഈസ്റ്ററോ ആഘോഷിക്കാൻ പാടുള്ളതുമല്ല. അപ്പോൾ കാര്യം മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് പെന്തക്കോസ്തുകാർ പലരും ഇത് ആഘോഷിക്കാത്തത്. എല്ലാവരും ഒന്നും ഞാൻ പറയണില്ല, പലരും ആഘോഷിക്കുന്നില്ല. ചിലർ അന്ന് അവധി ആയതുകൊണ്ട് പ്രാർത്ഥിക്കാനൊരു സൗകര്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് പ്രാർത്ഥിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഭക്ഷണവും സൗകര്യം, ഇത് ആഘോഷം തന്നെയാണ്. ഈസ്റ്റർ ആയാലും അത് തന്നെയാണ്. അതുപോലെ യേശുക്രിസ്തുവിന്റെ ജന്മദിവസം ആഘോഷിക്കും. ഇതൊക്കെയും വചനവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. അതെല്ലാം യഥാർത്ഥത്തിൽ ഇതെല്ലാം വിഗ്രഹാരാധന തന്നെയാണ്. പാരമ്പര്യ ക്രൈസ്തവ രീതികളിലേക്ക് തിരിച്ചു പോകുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് കാണിക്കുന്നത്. അതാരും അംഗീകരിക്കാൻ തയ്യാറില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള തെറ്റായിട്ടുള്ള രീതികൾ തുടർന്നുകൊണ്ടിരിക്കും. എന്നാൽ അത് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അത് മനസ്സിലാക്കിയാൽ മനസ്സിലാക്കുന്നവർക്ക് കൊള്ളാം.